ഷുഗറും പ്രഷറും ഇല്ലാത്ത മലയാളിയുടെ എണ്ണം ചുരുക്കമാണ്. പണ്ടൊക്കെ അത് പണക്കാരന്റെ രോഗമായിരുന്നു, പറഞ്ഞു നടക്കാൻ ഒരു സ്റ്റൈലൊക്കെയുള്ള രോഗം. ഇന്ന് കാലം മാറി, കഥ മാറിയപ്പോൾ BPL APL വ്യത്യാസങ്ങളില്ലാതെ സർവരെയും പ്രഷറും ഷുഗറും അനുഗ്രഹിച്ചു. വിഷം കുടിച്ചു വീർത്ത പച്ചക്കറി പഴവർഗ്ഗങ്ങളും മോസ്റ്റ് മോഡേൺ ഭക്ഷണക്രമങ്ങളും ഭൂമി മലയാളത്തിൽ സമ്പൂർണ്ണ സോഷ്യലിസം നടപ്പിലാക്കി. പക്ഷേ അപ്പോഴും നാം അറിയാത്ത ഒരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു. അതിനൊക്കെയുള്ള പ്രതിവിധി നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടെന്ന യാഥാർത്ഥ്യം. പ്രമേഹത്തിന് അടിമപ്പെട്ട് കണ്ണും കാഴ്ചയും കൈയും കാലും നഷ്ടപ്പെട്ടവരുടെ സംഖ്യ പെരുകിയപ്പോഴും നാം എന്തേ തിരിച്ചറിയാതെ പോയി ഈ ചെറിയ വള്ളിച്ചെടിയെ? അതിന്റെ സംരക്ഷകനും പ്രചാരകനുമായ ആ ചെടി ഒന്നുകൊണ്ട് മാത്രം ജീവനും ജീവിതവും തിരിച്ചു കിട്ടിയ സുധാകരനെ. അതെ, ഇത് ഷുഗർ വള്ളിയുടെ കഥയാണ്, ഷുഗർ സുധാകരന്റെ കഥ. ഇനിയും പേരിടൽ കർമ്മം നടന്നിട്ടില്ലാത്ത ഈ വള്ളിച്ചെടി കൊണ്ട് 600-ൽ തലയുയർത്തി നിന്ന് സ്വന്തം ജീവന് വില പറഞ്ഞ ഷുഗറിനെ 70-ലേക്ക് പത്തി മടക്കി അത്ഭുത ജന്മം നേടിയ കണ്ണൂർ കൊടക്കാട് ചക്കരയൻ വീട്ടിൽ സി സുധാകരന്റെ കഥയുമായി ഇന്ന് ഭൂമി മലയാളം തുയിലുണരുന്നു. സുധാകരൻ ഒരു ടൂറിസ്റ്റ് ബസ്സിലെ കിളിയാണ്. ബാബുരാജ് മുതലാളിയുടെ ശ്രീപ്രഭ ബസ്സിലെ കിളി. 3 വർഷം മുമ്പ് 35-ാം വയസ്സിൽ 9 മാസത്തെ ഗൾഫ് ജീവിതത്തിനിടയിലാണ് സുധാകരനെ ഷുഗർ പിടികൂടിയത്. 600-ലെത്തിയ ഷുഗറും പഴുത്തുവീർത്ത കാൽപാദവുമായി മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് സുധാകരൻ നാട്ടിലെത്തിയത്. മിനിമം കാൽപാദമെങ്കിലും മുറിച്ചു മാറ്റാതെ ജീവൻ രക്ഷിക്കാനാവില്ലെന്ന് സകല ഡോക്ടർമാരും വിധിയെഴുതി. ആ നേരമാണ് രക്ഷകനായി അമ്മാവൻ ചക്കരയൻ കൃഷ്ണൻ കയ്യിലൊരു വള്ളിച്ചെടിയുമായി സുധാകരന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഒരു 3 വർഷം മുന്നേ ദുബായി പോയി ഒരു 8 മാസം ഉണ്ടായി. 8 മാസമാണെന്നുള്ള കാലും കയ്യാലും ഫുള്ള് വേദന സഹിക്കാൻ പറ്റാത്ത വേദന. കാലിലാടിയും വണ്ണം വെച്ച്. അപ്പോൾ നമ്മളെ മുതലാളി പറഞ്ഞ് ലീവാക്കി പോയിക്കോ. അപ്പോൾ ഇവിടെ ടെസ്റ്റും അങ്ങനെ ടെസ്റ്റ് ചെയ്ത് KMC-ന് ഷുഗർ 600 ഉണ്ടായി. 600 കാല് അടിഭാഗം വണ്ണം വെച്ചാൽ അത് എല്ലാണ് കക്ഷ, അത് മുറിച്ച് മാറ്റണം. 2 കാലം അടിഭാഗം മുറിച്ച് മാറ്റണം പറഞ്ഞു. പക്ഷെ ഇവിടുന്ന് ഇതേ പയ്യെന്ന് പറഞ്ഞ് മുറിച്ച് മാറ്റുന്നു. കുറേ നോക്കി, പക്ഷെ എങ്ങനെ വാങ്ങില്ല. എന്നുവെച്ചാൽ എൻ്റെ അമ്മാവൻ, എൻ്റെ അമ്മേൻ്റെ ആങ്ങള തൃക്കേപ്പൂരിന് അമ്മാവൻ സംഘം അമ്മ പറഞ്ഞ് എന്നൊക്കെ മരുന്നുണ്ട് ഞാൻ തരാം, ഒരു കഷ്ണം തൈ തന്ന്. ഞാൻ കൃഷി ചെയ്തുണ്ടാക്കി ഞാൻ എനിക്ക് സ്വയം പരീക്ഷിച്ച് നോക്കി. സ്വയം പരീക്ഷിച്ച് നോക്കുമ്പോൾ 60, 8 കുറഞ്ഞ 60. ആ ഗവൺമെന്റ് ആശുപത്രി തൃക്കേപ്പൂർ ഗവൺമെന്റ് ആശുപത്രി നോക്കുമ്പോൾ 60. ഏകദേശം ഞാൻ വീഴാനായി. അങ്ങനെ മരണം കാത്തു കിടന്നവന് മുന്നിൽ പേരറിയാത്ത വള്ളിച്ചെടി ജീവിതത്തിലേക്കുള്ള പിടിവള്ളിയായി. സുധാകരന്റെ ഷുഗർ ലെവൽ 70-ലേക്ക് താണു. കാലുമുറിക്കാൻ കാത്തുനിന്ന ഡോക്ടർമാർ കത്തി മടക്കി. സുധാകരൻ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. മൃതസഞ്ജീവിനിയായി തന്നെ തേടി വന്ന പ്രമേഹ ഒറ്റമൂലിയെ അയാൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ രഹസ്യം ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ അയാളുടെ മനസ്സ് വെമ്പി. സുധാകരൻ അങ്ങനെ തന്റെ കൊച്ചു വാടക വീടിന് ചുറ്റും ഈ ചെടി നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി. ഷുഗർ നമ്മളീ ഫാമിലി ഇൻസും വർക്ക് ചെയ്യാത്തുണ്ടാവാം ഷുഗർ കൂടുന്നു. അതിന് ഏറ്റവും വലിയ സാധനം കയ്പാണ്. ഇതൊരു പീസാണ്. ഈ ചതച്ചിട്ടിച്ച് ഒരു ദിവസം വെള്ളത്തിലിട്ടിച്ച് 6 മണി ചതച്ചിട്ടല്ല പൊലച്ചൊക്കെ 6 മണിക്ക് കഴിക്കുക. അത് കുടിക്കുക. എന്നിട്ട് അതങ്ങനത്തെ ഒരു കഷ്ണം ചതച്ചിട്ടുക വൈകുന്നേരം 6 മണിക്ക് കഴിക്കുക. അങ്ങനെ 2 നേരം. ചിലപ്പോൾ ഒരാഴ്ചക്ക് വാങ്ങാം, ചിലപ്പോൾ 2 ആഴ്ച അല്ല 1 മാസം. അത് ഓരോ ശരീരത്തിന്റെ ആയിരിക്കും. പഴകിയുണ്ട് എങ്ങനെ ശരിക്കും നമുക്ക് അത് ഓരോ ശരീരത്തിന്റെ ആയിരിക്കും. ഞാൻ എല്ലാവർക്കും സംഘം പൊതുവേ ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചു. പക്ഷെ ആൾക്കാർ പറഞ്ഞ്
ഇഷ്ടമുള്ള ആള് വന്ന് ഏർന്നല്ലോ വന്ന് പാങ്ങാന്ന് ആൾക്കാരുടെ അഭിപ്രായം നമ്മ വലിയ കോടീശ്വരനാവും മറ്റേ പൈസ തരുന്നത് 60,000 30,000 10,000 എല്ലാം തരുന്നത്. ഒരാളങ്ങനെ തരില്ല, അവിടെ പൈസ എറിഞ്ഞു തരുന്നത് നമ്മൾ എന്റെ വീട്ടിലേക്ക്. ആരങ്ങനെ ചെയ്യില്ലല്ലോ, അങ്ങനൊന്നുമില്ല. നമുക്ക് ഷുഗർ എനിക്ക് പിടിപെട്ട എനിക്ക് രസം കഴിയും. ഷുഗറിന്റെ ലക്ഷണം അങ്ങനെ ഷുഗർ സ്വയം അവർക്ക് വന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഷുഗർ വരാൻ പാടില്ല, വന്നു കഴിഞ്ഞാൽ ചാവും. അത് അത്ര സീരിയസ് അല്ല ഷുഗറിന്റെ സാധനം. കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും എത്തിയവരെയൊക്കെ നയാ പൈസ പ്രതിഫലം വാങ്ങാതെ ചികിത്സിക്കാൻ തുടങ്ങി. പ്രതിഫലം വാങ്ങിയാൽ ഔഷധം ഫലിക്കില്ലെന്ന അമ്മാവന്റെ ഉപദേശം സുധാകരൻ അക്ഷരം പ്രതി പാലിച്ചു. ഫലം ഷുഗർ മൂലം കാല് മുറിക്കാൻ കാത്തുകിടന്നവരും കണ്ണു കാണാതായവരുമായ 100 കണക്കിന് രോഗികൾക്ക് ഈ അത്യപൂർവ ചികിത്സയിലൂടെ പൂർണ്ണ സൗഖ്യം. 9 കൊല്ലം പഴക്കമുള്ള ഷുഗറിന്റെ സുക്കേടാണ്. അങ്ങനെ വെച്ചിട്ട് കുറെ കാല് നീരെല്ലാം വെച്ച് മംഗലാപുരം വെല്ലൊക്കെ ആശുപത്രി പോയി കാല് കെട്ടിയെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ദിവസം ഞാൻ സുധാരേട്ടനോട് ഈ വിഷമെല്ലാം പറഞ്ഞിട്ടാകുമ്പോൾ സുധാരേട്ടൻ പറഞ്ഞു എൻ്റെ കയ്യിൽ മരുന്നുണ്ട്, ആ മരുന്ന് ഒന്ന് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചു നോക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് ഭേദം കിട്ടുന്നുണ്ട്. കുറച്ച് മണം വെള്ളമെല്ലാം വന്നില്ല. കുറേ അതിനെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറേ വെള്ളവും കൊഴുപ്പ് പോയിട്ട് ചലവും വെള്ളമെല്ലാം പോയി. ആ പോയി കഴിഞ്ഞിട്ട് രണ്ടാമത് നീരിറങ്ങിയിട്ട് ഷുഗർ പരിശോധിച്ച് നോക്കുമ്പോഴേക്ക് ഷുഗർ നോർമലാണ്. ഇപ്പോൾ പുണ്ണെല്ലാം ഉണങ്ങി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ എനിക്ക് 240 ഉണ്ടായിരുന്നു ഷുഗർ. അത് കഴിഞ്ഞ ഒരാഴ്ച പെട്ട ഞാൻ എനിക്ക് സുധാകരൻ വിവരം പറഞ്ഞിട്ട് ആ മരുന്ന് തന്നു. ആ മരുന്ന് തന്നിട്ട് ഒരാഴ്ച കഴിച്ചിട്ടാകുമ്പോൾ ഇപ്പോൾ 124 ഉള്ളൂ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും മരുന്ന് കഴിക്കണ്ട, ഗുളികയും കഴിക്കണ്ട, ഭക്ഷണം ക്രമീകരിച്ചാൽ മതി. ഞാനിപ്പോൾ രാവിലെ കുറച്ച് ഓടുന്നുണ്ട്. എനിക്ക് ഷുഗർ മുമ്പേ ഉണ്ടായിട്ട് ഈ കൈ പൊളിഞ്ഞിട്ട് ഉണങ്ങുന്നേ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ 252 ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ മുമ്പേ സൂര്യ TV-യിൽ ഇങ്ങനൊരു ഇവരെ കുറിച്ച് അറിഞ്ഞു. അപ്പോൾ നമ്മളുടെ കുറേ ഫ്രണ്ട്സ് എല്ലാം പറയുന്ന പോലെ നിങ്ങളുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഞാൻ അന്വേഷിച്ച് വന്ന് സുധാകരൻ്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങി. മരുന്ന് കഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ 190ആയി. ഒരു 4 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ആദ്യം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 ദിവസം കഴിയുമ്പോൾ 160ആയി. ഇപ്പം എനിക്ക് 140ആണ് ഷുഗർ. ആവശ്യക്കാരുടെ എണ്ണമേറി വന്നപ്പോൾ വാടക വീടിന്റെ മുറ്റത്തെ ഔഷധ കൃഷി പോരാതെ വന്നു സുധാകരൻ. ഒരു വർഷമായി എനിക്ക് സുഖേട് വന്നിട്ട്. അത് 3 മാസത്തോളം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവുമില്ല, കൂടുതലാകുകയുണ്ടെന്നുള്ള. അതിന് ശേഷമാണ് സുധാകരൻ്റെ മരുന്ന് കഴിച്ച് ഇപ്പൊ എനിക്ക് ഷുഗർ എന്ന് പറയുന്ന അസുഖമേ ഇല്ല. ഈ മരുന്ന് കഴിക്കുന്ന മുമ്പ് 181 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഗുളിക നിർത്തി. പിന്നെ പെട്ടെന്ന് 6ാമത്തെ ദിവസം പോയി നോക്കുമ്പം ഗുളിക കഴിക്കാണ്ട് 6ാമത്തെ ദിവസം പോയി നോക്കുമ്പോൾ 166 എത്തി. 166 എത്തി. എന്നാലും നല്ലൊരു മരുന്ന്. ഇത് അത്ര പെട്ടെന്ന് ഞാൻ അടുത്ത് ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ല. ഇത് വേറെ ആൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു ശേഷം കേട്ടാണ് ഞാൻ അത് കഴിക്കാൻ തുടങ്ങിയത്. കഴിച്ചതിൽ വളരെ വ്യത്യാസം. അത്ഭുതകരമായ ഒരു 4-5 ദിവസം കൊണ്ട് മരുന്ന് കഴിക്കാണ്ട് എനിക്ക് കുറഞ്ഞെന്ന് പറയുമ്പോൾ അത് വലിയൊരു അത്ഭുതം തന്നെ. കോട്ടക്കല്ല ആലുവ പോയിനെ അവരെ ഡോക്ടറെ കണ്ട അവർക്ക് ഇനിയും ഒന്നും അറിയില്ല.